ഹായ് എവ്രി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 7ാം ക്ലാസ് ബേസിക് സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹേർട്ട് നോട്ട് ദ എൻവയോൺമെൻറ്റിൻ്റെ 3ാമത്തെ പാർട്ടാണിത്. ആദ്യത്തെ 2 പാർട്ടുകളിലായിട്ട് നമ്മൾ ചാപ്റ്റർ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റസസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ടുകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഇതിൽ. പെട്ടെന്ന് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു തീർക്കാം. ഒബ്സർവ് ദ ഡയഗ്രാംസ് ഗിവൺ ബിലോ, ഫൈൻഡ് ഔട്ട് ഹൗ ദ എയർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ എയർ പൊല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. അപ്പോൾ അതിൽ നോക്കിയിട്ട് അത് ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ആൻഡ് എങ്ങനെയാണ് പൊല്യൂഷൻ സംഭവിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ടേബിളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ടേബിള് ഏകദേശം ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം. ഫസ്റ്റ് 2 പിക്ചേഴ്സിലും കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ നിന്ന് എങ്ങനെയൊക്കെ പൊല്യൂഷൻ ഉണ്ടാവാം, അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡസ്റ്റ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സിൽ നിന്ന് വരുന്ന സ്മോക്ക്. കാരണം എല്ലാ എക്യുപ്മെൻറ്റ്സും ഏതെങ്കിലുമൊക്കെ ഫ്യൂവൽ, പെട്രോളോ ഡീസലോ ഒക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നുള്ള സ്മോക്ക് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഈ പൊല്യൂഷൻ കാരണം റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവാം, കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ്, ഹാർട്ട് ഡിസീസുകളൊക്കെ ഉണ്ടാവാം, ഐ ഇറിറ്റേഷൻ, പിന്നെ പ്ലാന്റ്സിന് ഈ ഡസ്റ്റ് പോയിട്ട് പ്ലാന്റ്സിൻ്റെ ലീവ്സിലൊക്കെ അടഞ്ഞിരുന്നിട്ട് അതും എന്തിനു കാരണമാകാം? പ്ലാന്റ് ഡാമേജിനും കാരണമാകാം. ഇനി നമുക്ക് അടുത്തത് പറയാം, എമിഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. പലതരത്തിലുള്ള ഫാക്ടറീസിൽ നിന്നുള്ള പൊല്യൂഷൻ, അതിൽ തന്നെ എന്തുണ്ടാവും? അതിൽ നിന്നുള്ള സ്മോക്കിൽ എന്തൊക്കെ ഉണ്ടാവും? സ്മോക്ക് ഇൻക്ലൂഡ്സ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇതൊക്കെ ഉണ്ടാകും. ആൻഡ് അത് എന്തിനൊക്കെ കാരണമാകുന്നു? റെസ്പിറേറ്ററി പ്രോബ്ലം, കാർഡിയോവാസ്കുലർ പ്രോബ്ലം, ക്യാൻസർ, ഗ്ലോബൽ വാർമിംഗ്, ഇതിനെല്ലാത്തിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ ഇതിലുള്ള പല ഗ്യാസുകളും ഗ്ലോബൽ വാർമിങ്ങിന് അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനൊക്കെ കാരണമാണ്. അതൊക്കെ നമുക്ക് ഇതിൽ ഒരു കോൺസിക്വൻസ് ആയിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹോം കുക്കിംഗ് ആണ്. നമ്മൾ വീട്ടിൽ നിന്നുണ്ടാകുന്ന പുകയിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. അതിലോ സ്മോക്ക് പ്രൊഡ്യൂസേഴ്സ് ഹാസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് എക്സെട്ര. ഇതിലും ഇത്തരത്തിലുള്ള ടോക്സിക് കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് എന്തൊക്കെ എഴുതാം? കുറേയൊക്കെ കോൺസിക്വൻസസ് എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഹെഡേക്ക് എഴുതാം, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അലർജി, അതൊക്കെ ഉണ്ടാകും അല്ലേ. ഈ പുക ഒരുപാട് ശ്വസിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഹോട്ടലുകൾ പോലെയുള്ള സ്ഥലത്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലെ എപ്പോഴും ഈ പുക ശ്വസിച്ച് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അധികം റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ആസ്മ, അലർജി അങ്ങനെയൊക്കെയാണ് വരിക കേട്ടോ. അതേപോലെ ലങ് ക്യാൻസറൊക്കെ കാരണമാകും. ദെൻ അടുത്തത് വെഹിക്കിൾസ് ആണ്. വെഹിക്കിൾസ് പിന്നെ നമുക്കറിയാമല്ലോ, അത് എന്തിന് കാരണം? എയർ പൊല്യൂഷൻ ഒരു മെയിൻ കാരണമാണ്. ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് പ്രൊഡ്യൂസ് സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പെർട്ടിക്കുലേറ്റ് മാറ്റർ. ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് എന്തൊക്കെ എഴുതാം? ഗ്ലോബൽ വാർമിംഗ് ഒരു മെയിനായിട്ടുള്ള, ഗ്ലോബൽ വാർമിങ്ങിന് ഒരു മെയിനായിട്ടുള്ള കാരണമുണ്ട് വെഹിക്കിൾസ് എന്നുള്ള പൊല്യൂഷൻ. അതുപോലെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഈ പുക ശ്വസിക്കുന്നത് റെസ്പിറേറ്ററി പ്രോബ്ലംസിനും ഹാർട്ട് ഡിസീസുകൾക്കും ഒക്കെ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഡീറ്റെയിൽ ചാർട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രിപ്പയർ പോസ്റ്റേഴ്സ് കോളിംഗ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെതിരെയുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 2-3 എക്സാമ്പിളുകൾ ഞാനിവിടെ കൊടുക്കാം. നിങ്ങളുടെ ഇതിനനുസരിച്ച്, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലെഴുതാനുള്ള വേർഡിങ്സ് കുറച്ചെണ്ണം മാത്രം പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിൽ, ഇനി സയൻസിലല്ല വേറെ സോഷ്യൽ സയൻസിൽ ഏത് സബ്ജക്റ്റിൽ ചോദിച്ചാലും അത് ഉപയോഗിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേതാണെങ്കിലോ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫ്രം ദോസ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിന്ന് പ്ലാസ്റ്റിക് വേസ്റ്റുമായി ബന്ധപ്പെട്ട്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. തിൻ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഷുഡ് ബി ബേൺഡ്. അത് കറക്റ്റാണോ? തിൻ പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് കത്തിക്കുകയാണോ വേണ്ടത്? അല്ല, അപ്പോൾ അത് റോങ് ആണ്. പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഷുഡ് ബി റീസൈക്കിൾഡ് ആസ് മച്ച് ആസ് പോസിബിൾ. പ്ലാസ്റ്റിക് പ്രൊഡക്റ്റുകൾ റീസൈക്കിൾ ചെയ്യണം. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതേപോലെ സി, പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ഷുഡ് ബി റീയൂസ്ഡ് ആസ് മച്ച് ആസ് പോസിബിൾ. റീയൂസ് ചെയ്യേണ്ടതും നല്ല കാര്യമാണ്. ദെൻ യൂസ് ഓഫ് പ്ലാസ്റ്റിക് പ്രൊഡക്റ്റ് ഷുഡ് ബി മിനിമൈസ്ഡ്. ഇനി മിനിമൈസ് ചെയ്യണതും ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടിക്കറ്റ് കൊടുക്കാം, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് കൊടുക്കാം. ആദ്യത്തെ മാത്രമാണ് റോങ് ആയിട്ടുള്ളൂ.
ഫോർത്ത് വൺ നോക്കൂ, വിച്ച് മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ക്യാൻ ബി അഡോപ്റ്റഡ് ടു സെപ്പറേറ്റ് ഫ്രഷ് വാട്ടർ ഫ്രം സീ വാട്ടർ. സീ വാട്ടറിൽ നിന്ന് ഫ്രഷ് വാട്ടർ ഉണ്ടാക്കിയെടുക്കാൻ. അത് സീ വാട്ടർ എന്ന് പറയുമ്പം എന്താ, സലൈൻ വാട്ടറാണ്, ഉപ്പുവെള്ളമാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് ശുദ്ധജലം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. സിഫ്റ്റിങ് എന്തായിരുന്നു? സിഫ്റ്റിങ് അരിച്ചു മാറ്റലാണ്. അരിച്ചു എന്ന് വെച്ചിട്ട് വെള്ളത്തിലുള്ള ഉപ്പിൻ്റെ അംശം പോവോ? ഇല്ല. ക്ലോറിനേഷൻ എന്തായിരുന്നു? ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്യുക, അതുകൊണ്ടും ഉപ്പ് പോകുന്നില്ല. ദെൻ സെഡിമെൻറ്റേഷൻ, ലാസ്റ്റ് വൺ സെഡിമെൻറ്റേഷൻ എന്തായിരുന്നു? ഇങ്ങനെ അനക്കാതെ വെച്ചിട്ട് അടിയിൽ ഇങ്ങനെ അടിയുക. അങ്ങനെ ഉപ്പ് അടിയോ? ഇല്ല. അപ്പോൾ അതിൽ പറ്റുന്ന മെത്തേഡ് ഏതാണ്? ഡിസ്റ്റിലേഷൻ എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? തിളപ്പിക്കുക, വെള്ളം ചൂടാക്കുക, എന്നിട്ട് അതിൽ നിന്നുള്ള നീരാവി കളക്ട് ചെയ്തിട്ട് ആ നീരാവിനെ തണുപ്പിച്ചെടുക്കുമ്പോൾ അതിലെന്തായിരിക്കും? പ്യുവർ വാട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഡിസ്റ്റിലേഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മെത്തേഡുകൾ പഠിച്ചിരുന്നു അല്ലേ. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ ആ ടേബിളിലുണ്ട്. ആ ടേബിൾ നന്നായിട്ട് നോക്കണം. ഇതുപോലെ ഏത് മെത്തേഡ് വേണമെങ്കിലും എടുത്ത് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിയാണ്, ആൻസർ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സിൽ അറിയിക്കാം. അതേപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.